നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹീത പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവിന്റെ തിരുവചനവുമായിട്ട് ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിന്റെ പാദപീഠത്തിലായിരിക്കാൻ ദൈവമായ കർത്താവ് സഹായിച്ച വലിയ കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നോടൊപ്പം ലൈവിൽ ദൈവവചന കേൾവിക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നതോടൊപ്പം അവസരമൊരുക്കുന്നതായ ഗ്രൂപ്പുകൾക്ക് കർത്താവിന്റെ ദാസന്മാർക്കുള്ളതായ നന്ദിയെ ഞാൻ ഇത്തരണത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ചിന്താവിഷയം തിരുവചനത്തിലെ യുദ്ധങ്ങൾ ആത്മീയ വീക്ഷണത്തിൽ എന്നുള്ളതാണ്. പ്രാരംഭമായി നാം ചിന്തിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണപ്പെടുന്നതായ ആദ്യത്തെ തിരുവചനത്തിലെ ആദ്യത്തെ യുദ്ധമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായ ഒരേ ഒരു യുദ്ധം മാത്രമേ നമുക്ക് കാണുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ യുദ്ധത്തിന്റെ വിശദീകരണങ്ങൾ നാം കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ചിന്തിപ്പാനായിട്ടിടയായി. ഇന്ന് ആ യുദ്ധത്തിന്റെ പര്യവസാനവും അതിന്റെ ഫലവുമാണ് നാം ചിന്തിച്ച് ആ യുദ്ധം അവസാനിപ്പിക്കുന്നത്. തിരുവചനത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ അങ്ങനെ ഒരു യുദ്ധം രേഖപ്പെടുത്തുവാൻ എന്താണ് കാരണം? യുദ്ധം ആരംഭിച്ചത് ജാതീയ രാജാക്കന്മാർ തമ്മിലാണ്. അവിടെ യഹോവയായ ദൈവത്തിനോ അല്ലെങ്കിൽ യഹോവയായ ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതായ അബ്രഹാമിനോ ആ യുദ്ധത്തിൽ രാജാക്കന്മാരുമായിട്ടുള്ളതായ യുദ്ധത്തിൽ യാതൊരു വിധത്തിലും പങ്കാളികളാകേണ്ടതായ കാര്യമില്ലായിരുന്നു. ജാതീയ രാജാക്കന്മാർ തമ്മിൽ യുദ്ധം ചെയ്തു അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ആ യുദ്ധം തിരുവചനത്തിൽ രേഖപ്പെടുത്തുവാൻ കാരണം ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം ആ യുദ്ധത്തിൽ നിർബന്ധമായി പങ്കെടുക്കേണ്ടി വന്നു എന്നുള്ളതാണ് അയാളത്തെ ഏറ്റവും പ്രധാനപ്പെട്ടതായ വിഷയം. അതുകൊണ്ടാണ് അത് തിരുവചനത്തിൽ രേഖപ്പെടുത്തേണ്ടി വന്നത്. അബ്രഹാം മാത്രമല്ല, നീതിമാനായ ലോത്തും വലഞ്ഞുപോയി എന്നുള്ളത് ശരിയാണെങ്കിലും നീതിമാനായ ലോത്തും ആ യുദ്ധത്തിൽ അകപ്പെട്ടു പോയി എന്നുള്ളതാണ്. അവരറിയാത്തതായ വിഷയങ്ങളിൽ കൂടെ ഒട്ടും പ്രതീക്ഷിക്കാത്തതായ സാഹചര്യങ്ങളിൽ ആ യുദ്ധത്തിൽ അബ്രഹാമും അബ്രഹാമിന്റെ സഹോദരപുത്രനായ ലോത്തും ഇടപെടേണ്ടി വന്നു. ലോത്ത് അതിനകത്ത് അകപ്പെട്ടു പോയതുകൊണ്ട് അബ്രഹാമിന് ആ യുദ്ധം ഇടപെടേണ്ടി വന്നു. ആ യുദ്ധത്തിൽ അബ്രഹാമിന് ഇടപെടേണ്ടി വന്നതുകൊണ്ടാണ് ആ യുദ്ധം തിരുവചനത്തിൽ രേഖപ്പെടുത്തുവാൻ കാരണമായി തീർന്നത്. അതിന്റെ പരോക്ഷമായ കാരണങ്ങളും അതിന്റെ പരസ്യമായ കാരണങ്ങളും നാം കഴിഞ്ഞ ദിവസങ്ങൾ ചിന്തിപ്പാനായിട്ടിടയായി. ആ യുദ്ധത്തിന്റെ ഗതിവിഗതികൾ എന്താണെന്നും നമ്മൾ ചിന്തിച്ചു. രാജാക്കന്മാരുമായിട്ടുള്ളതായ യുദ്ധത്തിൽ സോദോമിൽ പാർത്തിരുന്നതായ ലോത്ത് രാജാക്കന്മാരുടെ കൈകളിൽ അകപ്പെടുവാനായിട്ടിടയായി തീർന്നു. കാരണം ലോത്തിന്റെ സമ്പത്താണ് വിഷയം. ആ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരുപക്ഷെ ലോത്ത് എതിർത്ത് കാണുമായിരിക്കും, ലോത്തിന്റെ കുടുംബങ്ങൾ എതിർത്ത് കാണുമായിരിക്കും. അതുകൊണ്ട് അവർ ലോത്തിനെയും ലോത്തിന്റെ കുടുംബത്തെയും ലോത്തിന്റെ സമ്പത്തെല്ലാം അവർ അപഹരിച്ചു കൊണ്ടുപോകുവാനിടയായി. സ്വന്തം സഹോദരൻ ശത്രുവിന്റെ പിടിയിൽ അകപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ, അറിഞ്ഞപ്പോൾ അബ്രഹാം മിണ്ടാതിരുന്നില്ല. അബ്രഹാം ലോത്തിനെ കുറ്റം പറയുവാനായിട്ട് നിന്നില്ല. എങ്ങനെയെങ്കിലും തന്റെ സഹോദരനെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കണമെന്നുള്ളതായ ആ ആഗ്രഹം, സ്നേഹമുള്ളതായ അബ്രഹാമിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നു. അബ്രഹാം 318 അഭ്യാസികളുമായി
രാജാക്കന്മാരെ പിന്തുടർന്നു. ഒരു യുദ്ധത്തിന് വേണ്ടി ആയിരുന്നില്ല അബ്രഹാം ശ്രമിച്ചത്. പിന്നെയോ സഹോദരന്റെ വിടുതലായിരുന്നു വിഷയം. സഹോദരന്റെ വിടുതലിന് വേണ്ടി അബ്രഹാമിന് യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ അബ്രഹാം ആ യുദ്ധത്തിൽ ജയാളിയായി തിരിച്ചു വരുവാൻ ഇടയായി തീർന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ യുദ്ധത്തിന്റെ പര്യവസാനത്തിലേക്കാണ് നാം ഇന്ന് പ്രവേശിക്കുന്നത്. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു നിർത്തിയത് യുദ്ധത്തിനായി തയ്യാറെടുക്കുന്നതായ ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ദാവീദ് പറയുന്നതായ ആ ഉറപ്പോടുകൂടിയാണ്. ദാവീദ് എന്താണ് പറയുന്നത്? 144 സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദാവീദ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിച്ചു. എന്റെ പാറയാകുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ യുദ്ധത്തിന് എന്റെ കൈകളെയും പോരിന് എന്റെ വിരലുകളെയും അഭ്യസിപ്പിക്കുന്നു. അപ്പോ യുദ്ധത്തിനായി ദൈവം തന്റെ ജനത്തെ അഭ്യസിപ്പിക്കുകയാണ്. പുതിയ നിയമത്തിലേക്ക് വരുമ്പോ അക്ഷരാർത്ഥത്തിലുള്ളതായ യുദ്ധമല്ലത്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറഞ്ഞു നിൽക്കുന്നതായ ഒരു സാധാന്യ മണ്ഡലത്തോട്, ദൈവജനത്തെ തകർക്കുവാൻ നിൽക്കുന്നതായ ഒരു പാതാള ശക്തിയോടാണ് ദൈവജനത്തിന് യുദ്ധം ചെയ്യുവാനുള്ളത്. കാരണം നമ്മുടെ രാജ്യം ഐഹികമല്ല. കർത്താവ് പറഞ്ഞു, എന്റെ രാജ്യം ഐഹികമല്ല. അപ്പോ ഐഹികമല്ലാത്ത ആത്മീകമായ ഒരു അവകാശത്തിന് വേണ്ടി, ഒരു രാജ്യത്തിന് വേണ്ടി നാം യുദ്ധം ചെയ്യേണ്ടതുകൊണ്ട് ആ യുദ്ധം എപ്പോഴും ആത്മീയ യുദ്ധമാണ് എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. പൗലോസ് തിമോത്തിയോസിന് എഴുതുന്നത് അഭ്യാസം തികഞ്ഞവരെ കുറിച്ചാണ്. നോക്കൂ, അബ്രഹാം തന്റെ ഭവനത്തിൽ 318 അഭ്യാസികൾ ഒരുക്കി നിർത്തിയിരുന്നു. യുദ്ധത്തിനായിട്ടല്ല. നമ്മളത് കഴിഞ്ഞ ദിവസം ചിന്തിച്ചതാണ്. പക്ഷേ ഒരു വിഷയം വരുമ്പോൾ, ഒരു പ്രശ്നം നേരിടേണ്ടി വരുമ്പോൾ അവിടെ എല്ലാവർക്കും പങ്കെടുക്കുവാനായിട്ട് കഴിയത്തില്ല. അഭ്യാസം തികഞ്ഞവർക്കാണ് യുദ്ധത്തിൽ പങ്കെടുക്കുവാൻ, ആ യുദ്ധത്തിൽ ജയിക്കുവാൻ കഴിയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അഭ്യാസം തികഞ്ഞവരായിരിക്കണം. അതേക്കുറിച്ച് പുതിയ നിയമത്തിൽ പൗലോസ് തിമോത്തിയോസിന് ലേഖനം എഴുതുമ്പോ തിമോത്തിയോസിനെ പ്രബോധിപ്പിക്കുന്നതായ വിഷയം വളരെ ശ്രദ്ധേയമാണ്. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. പൗലോസ് പറയുന്നു, എല്ലാ തിരുവഴുത്തും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളതാകുന്നു. അപ്പോ അഭ്യാസം പ്രാപിക്കുന്നത്, പുതിയ നിയമത്തിൽ ഒരു വ്യക്തി അഭ്യാസം പ്രാപിക്കുന്നത് അവന്റെ കായിക ബലമല്ല, അവന്റെ ധനത്തിന്റെ പ്രമുക്തതയല്ല, അറിവിന്റെ വിശാലതയല്ല, പിന്നെയോ ദൈവവചനത്തിലെ ആ ഉറപ്പും ദൈവവചനത്തിലുള്ളതായ വിശ്വാസവും ദൈവവചനത്തിലുള്ളതായ അറിവുമാണ് ഒരുവനെ അഭ്യാസത്തിലേക്ക് നയിക്കുന്നത്. ലോത്തിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വന്നാൽ, ലോത്ത് അബ്രഹാമിനോടൊപ്പം ദീർഘ നാളുകൾ യാത്ര ചെയ്തതാണ്. അബ്രഹാമിൽ നിന്നുള്ളതായ നന്മ അനുഭവിച്ചതാണ്. അബ്രഹാമിൽ നിന്നുള്ളതായ സുരക്ഷിതത്വം അവൻ അനുഭവിച്ചതാണ്. അബ്രഹാമിന്റെ മേച്ചിൽപ്പുറത്ത് തന്റെ ആടുകൾ മേഞ്ഞ് അവന് സമ്പത്ത് വർദ്ധിപ്പിച്ചത്. എല്ലാ രീതിയിലും ലോത്തിന് സഹായകനായിരുന്നു അബ്രഹാം. എന്നാൽ തന്റെ മുമ്പിൽ ഒരു തിരഞ്ഞെടുപ്പ് വന്നപ്പോ തന്നെ പരിപാലിക്കുകയും തന്നെ സൂക്ഷിക്കുകയും തന്നോടൊപ്പം ഇത്രനാൾ യാത്ര ചെയ്തതായ അബ്രഹാമിനോടുള്ളതായ കൂട്ടായ്മയെ അവസാനിപ്പിച്ച് അവൻ ലോകത്തിന്റെ ഇമ്പങ്ങളിലേക്ക്, അല്ലെങ്കിൽ ലോകത്തിന്റെ പച്ചപ്പുൽ മേടുകളിലേക്ക് തിരിയുവാനിടയായി. യോർദാന് കിഴക്കുള്ളതായ ഭാഗം പച്ചപ്പുല്ല് നിറഞ്ഞതാണെന്നും മേച്ചൽ വളരെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയതായ ലോത്ത് ആ സെലക്ഷനാണ് തീരുമാനിച്ചത്. ആ സെലക്ഷനാണ്
അബ്രഹാമിൽ നിന്ന് ലോത്തിനെ അകറ്റിയത്, അബ്രഹാമിൽ നിന്ന് ലോത്ത് അകന്നു പോയത് കൊണ്ടാണ് അവൻ സോദോമിലേക്ക് ചെല്ലുവാൻ ഇടയായിട്ട് തീർന്നത്. സോദോമിലേക്ക് ചെന്നത് കൊണ്ടാണ് അവന്റെ സ്വത്ത് അപഹരിക്കപ്പെടുവാൻ സംഗതിയായത്. സ്വത്ത് അപഹരിക്കപ്പെട്ടതുകൊണ്ടും അവൻ പിടിക്കപ്പെട്ടതുകൊണ്ടുമാണ് അബ്രഹാമിന് ആ യുദ്ധത്തിൽ അകപ്പെടേണ്ടതായി വന്നത്. നോക്കൂ, സമാധാനകാംക്ഷിയായ ഒരു ദൈവമനുഷ്യൻ താൻ അറിയാതെ ഒരു യുദ്ധത്തിൽ അവൻ ഭാഗവാക്കായി തീരുവാനിടയായി. പ്രത്യേക ശ്രദ്ധിക്കേണ്ടത്, നാം നമ്മുടെ സഹോദരങ്ങളെ യുദ്ധത്തിലേക്ക് നാം നിർബന്ധിച്ച് ആനയിക്കരുത്. അവരവർ തന്നെ കൂട്ടായ്മ ബന്ധം സൂക്ഷിച്ച് ആത്മീയ ബന്ധത്തിന് പ്രാധാന്യം കൊടുത്ത് ആത്മീയ കൂട്ടായ്മ ഒരിക്കലും മുടങ്ങാതെ, ആത്മീയ കൂട്ടായ്മയ്ക്ക് മുടക്കം വരുന്നതായ വിഷയങ്ങൾ ജീവിതത്തിൽ അഥവാ കടന്നു വന്നാൽ അതിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ആത്മീയ കൂട്ടായ്മയ്ക്ക് നാം മുൻതൂക്കം കൊടുക്കുമെങ്കിൽ പല യുദ്ധങ്ങളും ഒഴിവാക്കുവാൻ കഴിയും. പല നഷ്ടങ്ങളും നമുക്ക് നേരിടേണ്ടി വരികയില്ല. പല കഷ്ടങ്ങളിലും നാം അകപ്പെടേണ്ടി വരികയില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. അബ്രഹാമിനെ സംബന്ധിച്ചൊരു വലിയ ഗുണപാഠം നമുക്ക് അവിടെ പഠിക്കുവാനായിട്ടുണ്ട്. അബ്രഹാമിന്റെ സ്നേഹത്തിന്റെ ദൃഢതയാണ് വിഷയം. അത് നമ്മൾ മനസ്സിലാക്കണം. ദീർഘനാളുകൾ അബ്രഹാമിനോടുകൂടെ യാത്ര ചെയ്ത് വന്നതായ ലോത്ത് അബ്രഹാമിൽ നിന്ന് വേർതിരിഞ്ഞു. അബ്രഹാമിൽ നിന്ന് വേർതിരിഞ്ഞു കഴിഞ്ഞപ്പോ അവനെ പുറന്തള്ളിക്കളയുകയല്ല, അവന്റെ ക്ഷേമാന്വേഷണത്തിൽ അബ്രഹാം വളരെ ഉത്സുകനായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. സോദോമിനെ നശിപ്പിക്കുവാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് യഹോവയായ ദൈവത്തിന്റെ ദൂതന്മാർ അബ്രഹാമിനോട് പറഞ്ഞപ്പോ അബ്രഹാം അവരുടെ മുമ്പിൽ മധ്യസ്ഥത അണയ്ക്കുന്നത് നമുക്ക് വളരെ ശ്രദ്ധയോടെ മാത്രമേ, വളരെ ജിജ്ഞാസയോടെ മാത്രമേ വായിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ ദൈവമേ, ആ പട്ടണത്തെ നീതിമാന്മാരോടുകൂടെ ആ നീതിമാന്മാരെയും ആ പട്ടണത്തോടുകൂടെ നശിപ്പിക്കുമോ എന്ന് അബ്രഹാം ഇടുവിൽ നിന്ന് ചോദിക്കുകയാണ്. അബ്രഹാമിന്റെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ലോത്ത് മുഖാന്തരം ആ പട്ടണം വിടുവിക്കപ്പെടണമെന്നാണ്. അതിനുവേണ്ടിയാണ് ഇടുവിൽ നിന്നത്. പക്ഷേ അബ്രഹാം വെച്ചതായ നിബന്ധന അത് നിവർത്തിക്കുവാൻ കഴിയാതെ വന്നപ്പോൾ അബ്രഹാം പിന്മാറേണ്ടി വന്നു. അബ്രഹാമിന്റെ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായി ലോത്തിന് വേണ്ടി അബ്രഹാം ഇടുവിൽ നിന്നത് നാം വളരെ മനഃപൂർവമായി അത് മനസ്സിലാക്കേണ്ടതായ വിഷയമാണ്. അപ്പൊ സ്നേഹവാനായ അബ്രഹാം തന്റെ സഹോദരൻ തന്നിൽ നിന്ന് മാറിപ്പോയപ്പോ അബ്രഹാം അവനെ തള്ളിക്കളഞ്ഞില്ല. അവന്റെ സുഖാന്വേഷണം അന്വേഷിച്ച് ആ ശത്രു രാജാക്കന്മാരെ പിന്തുടരുന്നതായ ഒരു യുദ്ധത്തിൽ മനഃപൂർവ്വം ഏർപ്പെടുവാൻ തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതായ അബ്രഹാമിന്റെ സ്നേഹത്തെ, ഹൃദയ ഭാഷയിലുള്ളതായ ആ സ്നേഹത്തെ ദൈവജനം വളരെ മാതൃകയാക്കേണ്ടതാണ്. സഹോദര സ്നേഹം ഇല്ല എങ്കിൽ ദൈവിക വഴി പൂർണ്ണമാക്കുവാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നാം മറന്നു പോകരുത്. സഹോദരനെ കുറ്റപ്പെടുത്തി തള്ളിക്കളയുകയല്ല വേണ്ടിയത്, അവനെ ചേർത്തണയ്ക്കുവാനുള്ളതായ സ്നേഹം ദൈവ ജനത്തിന് ഉണ്ടായിരിക്കണം. അബ്രഹാമിൽ നാം കാണുന്ന പാഠം അതാണ്. ഞാൻ മുന്നോട്ട് കടന്നു പോകട്ടെ. അബ്രഹാമും സംഘവും രാജാക്കന്മാരെ പിന്തുടരുകയാണ്. എതുപോലെ ചെന്നു ശത്രുക്കളെ പിന്തുടരുന്നു. 14-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് കഴിയും. അബ്രഹാമും കൂട്ടരും ശത്രുവിനെ പിന്തുടരുകയാണ്. എതുവരെ പിന്തുടർന്നു? ദാൻ വരെ ശത്രുവിനെ പിന്തുടർന്നു. ദാൻ വരെ. ദാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ ദാൻ വഴിയിൽ ഒരു പാമ്പും പാതയിൽ ഒരു സർപ്പവുമാകുന്നു. അവൻ കുതിരയുടെ കുതികാൽ കടിക്കും, പുറത്തു കയറിയവൻ മലർന്നു വീഴും. അപ്പൊ ദാൻ ആരാണ്? ദാൻ വഴിയിൽ പതിയിരിക്കുന്ന പാമ്പാണ്. പാതയിൽ ഒരു സർപ്പമായി പത്തിമിടർത്ത് നിൽക്കുന്നവനാണ്. ഭയത്തിന്റെയും ജീവഹാനിയുടെയും അടയാളമായിട്ട് ദാൻ നിൽക്കുകയാണ്.
ലോത്തിനെ വീണ്ടെടുക്കുവാൻ എതുവരെ പോകേണ്ടി വന്നു? ദാൻ വരെ പോകേണ്ടി വന്നു. ലോത്ത് എതുവരെ എത്തിച്ചേർന്നു? ദാൻ വരെ എത്തിച്ചേർന്നു. ശ്രദ്ധിക്കണം, ശത്രുവിന്റെ കയ്യിലകപ്പെടുന്നതായ വലഞ്ഞുപോയ നീതിമാനായ ലോത്ത്, അവൻ ശത്രുവിന്റെ താവളം വരെ എത്തി. പാമ്പ് കിടക്കുന്ന അല്ലെങ്കിൽ ദാൻ വരെ എത്തി. ഏതു സമയത്തും വിഷത്തിന്റെ കടിയേക്കുവാൻ ഭയത്തിന്റെ നിഴലിൽ അവൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവസന്നിധിയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോകുന്നതായ ഏതൊരു വ്യക്തിയുടെയും സ്ഥിതി അതാണെന്നുള്ള കാര്യം ഓർക്കണം. ചെന്ന് നിൽക്കുന്നത് മരണത്തിന്റെ മുമ്പിലാണ് ചെന്ന് നിൽക്കുന്നത് ഭയത്തിന്റെ നിഴലിലാണ് ചെന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നതായ ആരെങ്കിലും ഭയത്തിന്റെ നിഴലിലായിരിക്കുന്നെങ്കിൽ, മരണ നിഴലിന്റെ താഴ്വരയിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ, എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നതെന്നുള്ള കാര്യം ആത്മാവിൽ വിചിന്തനം ചെയ്യേണ്ടത്, ആത്മാവിൽ വിവേചിക്കേണ്ടത് ആവശ്യമാണ്. ദാനിലാണ് നിൽക്കുന്നതെങ്കിൽ നിശ്ചയമായും ഒരു വിടുതൽ അബ്രഹാം മുഖാന്തരം നിനക്ക് ആവശ്യമാണ്. കൂട്ടായ്മ മുഖാന്തരം, ദൈവത്തിന്റെ ഭക്തന്മാർ മുഖാന്തരം ഒരു എൻകൗണ്ടർ നിനക്ക് ആവശ്യമാണ്. അതിനുവേണ്ടി ദാഹിക്കുന്നതായ ഒരു ദൈവ പൈതലിന് ദാനിൽ നിന്ന് ഒരു വിടുതലുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. അപ്പൊ അവിടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നതായ വ്യക്തമായ ഒരു പാഠമുണ്ട്. സാത്താന്റെ അധീനതയിൽ ആയിപ്പോയതായ നന്മ വീണ്ടെടുക്കുവാൻ, ശത്രുവിന്റെ താവളം വരെ ചെല്ലുവാൻ അഭ്യാസികളായ ആത്മീയ വീരന്മാർ വേണം, അഭ്യാസം തികഞ്ഞവർ വേണം. ദൈവവചനത്തിൽ, ആത്മീയ വിഷയങ്ങളിൽ, ദൈവത്തോടുള്ളതായ പറ്റുമാനത്തിൽ അബ്രഹാം എന്തു പറഞ്ഞാലും അനുസരിക്കുവാൻ തയ്യാറുള്ള 318 അഭ്യാസികളാണ്. കിട്ടുന്നതായ കമാൻഡ്, ദൈവിക ആലോചന എന്താണെങ്കിലും അതനുസരിക്കുവാൻ തയ്യാറുള്ളതായ ആത്മീക വീരന്മാർ ഉള്ളിടത്തോളം എണ്ണത്തിൽ ഒരുപക്ഷെ കുറവായിരിക്കാം, പക്ഷേ ജയം അബ്രഹാമിനാണ്. നോക്കൂ, രാജാക്കന്മാരുടെ സൈന്യത്തിന്റെ എണ്ണം നമുക്കറിയില്ല. 1-2 രാജാക്കന്മാരല്ല. ആ യുദ്ധത്തിൽ മൊത്തത്തിൽ പങ്കെടുക്കുന്നത് 9 രാജാക്കന്മാരാണ്. അവരുടെ സൈന്യബലത്തിന്റെ ഒരറ്റത്തെത്തുകയില്ല അബ്രഹാമിന്റെ സൈന്യബലം അല്ലെങ്കിൽ ദാസന്മാരുടെ ബലം. അവർക്ക് ഒരു എണ്ണമുണ്ട്, 318. ആ എണ്ണമുണ്ട്. വളരെ ചുരുങ്ങിയ ഒരു സംഖ്യയാണത്. രാജാക്കന്മാരുടെ സൈന്യവുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ 318 എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ ഒരു സംഖ്യ. പക്ഷേ ആ ചുരുങ്ങിയ സംഖ്യ അബ്രഹാമിനൊരു വിഷയമല്ല. അബ്രഹാം ദൈവത്തിൽ ആശ്രയിച്ച് അഭ്യാസം തികഞ്ഞവരുമായി പോകുന്നത് കൊണ്ട് ജയം അബ്രഹാമിനാണ്. എണ്ണത്തിലല്ല വിഷയം. അഭ്യാസം തികഞ്ഞവർ യുദ്ധനിരയിലേക്ക് മാറട്ടെ. അഭ്യാസം തികഞ്ഞവർക്ക് മാത്രമേ യുദ്ധം ചെയ്ത് സഹോദരനെ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. ആത്മീയ യുദ്ധത്തിൽ സഹോദര വിടുതലിനു വേണ്ടി ആഗ്രഹിക്കുന്നതായ ദൈവഭക്തന്മാരോട് ദൈവത്തിന്റെ വചനം വ്യക്തമായ ദൂത് അറിയിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ അഭ്യാസം തികഞ്ഞവരായിരിക്കാൻ ദൈവസന്നിധാനത്തിൽ ഏൽപ്പിച്ചു കൊടുക്കണം. അബ്രഹാമും കൂട്ടരും രാത്രിയിൽ അവരെ പിന്തുടരുകയാണ്. ശത്രുവിനോട് അവർ എതിരിടുകയാണ്. എതുവരെ ചെന്നു? ഹോബ വരെ ചെല്ലുകയാണ്. അബ്രഹാമും കൂട്ടരും ലോത്തിനെ അന്വേഷിച്ച് ഹോബ വരെ ചെല്ലുകയാണ്. ഹോബ എന്ന വാക്കിന്റെ അർത്ഥം ഒളിവിടമെന്നാണ്. ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്ന നന്മകളെ കവർന്നുകൊണ്ട് ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നതായ ആ ഒളിത്താവളം വരെ ചെന്നെങ്കിൽ മാത്രമേ സഹോദരനെ വിടുവിക്കുവാൻ കഴിയുകയുള്ളൂ, അവന്റെ നന്മ വീണ്ടെടുക്കുവാൻ കഴിയുകയുള്ളൂ. ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നത് എവിടെയാണെന്നറിയാമോ? ആ ശത്രുവിന്റെ ഒളിവിടം എപ്പോഴും വെളിച്ചത്തിൽ നിന്നാകുന്നിരിക്കും. അത് വല്ല ഗുഹയിലോ പാറയിടുക്കുകളിലോ പ്രകാശം കടന്നു ചെല്ലാത്തതായ ഇടങ്ങളിലോ ആയിരിക്കും.
വെളിമ്പ്രദേശങ്ങളിൽ ആയിരിക്കുകയില്ല, പ്രകാശം കടന്നു ചെല്ലുന്നിടത്ത് ആയിരിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ശത്രുവിന്റെ ഒളിവിടം എന്ന് പറയുന്നത് ഇരുട്ടിന്റെ മറവിലാണ്. ഇരുട്ട് പാപത്തെ കാണിക്കുകയാണ്. നന്മകളെ കവർന്നുകൊണ്ട് പാപത്തിന്റെ മറവിൽ ശത്രു അത് ഒളിപ്പിച്ചു വെച്ചിരിക്കുമ്പോൾ, പാപം അതിന്റെ മുമ്പിൽ മറയായി നിൽക്കുമ്പോൾ, ആ പാപത്തെ മാറ്റുവാൻ കഴിവുള്ള ഏകൻ മാത്രം, അത് നമുക്ക് വേണ്ടി യാഗമായി തീർന്നതായ കർത്താവായ യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു എന്നതായ വീണ്ടെടുപ്പുകാരനിൽ കൂടെ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ കൂടെ മുന്നോട്ട് പോകുന്നതായ ഒരു ദൈവ പൈതലിന് ശത്രുവിന്റെ ഒളിവിടം ഒരു വിഷയമല്ല. ഇരുട്ടുകൾ മാറിപ്പോകുവാൻ ഇടയായിട്ട് തീരും. ഇരുട്ടിന്റെ മറവിൽ ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നതായ നന്മകൾ കാണുവാൻ ഇടയായിട്ട് തീരും. അഭ്യാസിയുള്ളിടത്തോളം ആ നന്മകൾ നഷ്ടപ്പെട്ടു പോകുകയില്ല. അതുകൊണ്ട് ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നതായ നന്മകൾ എടുത്ത് മറച്ചു വെച്ചിരിക്കുന്ന ഇരുട്ടിന്റെ മറവിൽ നിന്ന് നന്മകൾ പ്രാപിച്ചെടുക്കുവാൻ, വെളിച്ചത്തിലുള്ളവരായി നടക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതാണ് ആവശ്യം. ഇന്ന് പകലിൽ ആത്മാവിൽ ദൂത് പറയട്ടെ, ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നതായ പാപത്തിന്റെ മറവിൽ ശത്രു ഒളിച്ചു വെച്ചിരിക്കുന്നതായ നന്മകൾ അത് നഷ്ടപ്പെട്ടു പോകുവാനല്ല, യേശു ക്രിസ്തു എന്നതായ വെളിച്ചം ഏറ്റെടുത്തുകൊണ്ട് ശത്രുവിന്റെ ഒളിവിടം വരെ കടന്നു പോകുന്നതായ ഒരു ദൈവ പൈതലിന് ഒരു നന്മയും മുടക്കമില്ല. ആ നന്മ തക്ക സമയത്ത് അവന്റെ കൈകളിൽ എത്തിച്ചേരുവാൻ ഇടയായിട്ട് തീരും എന്ന് നാം മറന്നു പോകരുത്. അപ്പൊ അബ്രഹാം ഹോമ വരെ ചെന്ന് ലോത്തിനെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. അബ്രഹാം ശത്രുക്കളെ ജയിച്ച് ലോത്തിനെയും അവനുള്ളതിനെയും മടക്കിക്കൊണ്ടുവന്നു. മടക്കിക്കൊണ്ടുവന്നപ്പോ അബ്രഹാം പ്രതീക്ഷിക്കാത്തതായ ഒരു വലിയ സംഭവം അവിടെ നടക്കുവാനായിട്ടിടയായിട്ട് തീർന്നു. അബ്രഹാമിന് ഒരിക്കലും ഒരു പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടല്ല അബ്രഹാം യുദ്ധത്തിന് പോയത്. സഹോദരനെ വിടുവിക്കുവാനായിട്ട് അബ്രഹാം ഇറങ്ങിത്തിരിച്ചത് ഒരു പ്രതിഫലം കിട്ടുമെന്നുള്ളതായ ചിന്തയോടെയല്ല. എന്നാൽ അബ്രഹാമിനെ തേടി വരുന്നതായ ഒരു പ്രതിഫലം നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്താണെന്നറിയാമോ? യാതൊരു പ്രതിഫലവും കൂടാതെ അബ്രഹാം മടങ്ങി വരുമ്പോൾ അബ്രഹാമിനെ എതിരേറ്റു വരുന്നതായ രണ്ട് കൂട്ടരെ നമുക്ക് കാണുവാൻ കഴിയും. 14-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ അവൻ കേദാർ ലായോമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ച് മടങ്ങി വന്നപ്പോൾ ഒന്നാമത് അബ്രഹാമിനെ എതിരേറ്റു വന്നത് സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേർ താഴ്വര വരെ അവന് എതിരേറ്റു ചെന്നു എന്ന് കാണുന്നത്. ഒന്നാമത് അവനെ എതിരേറ്റു ചെന്നത് സോദോം രാജാവാണ്. അബ്രഹാമിന്റെ ജയം കണ്ട്, അബ്രഹാമിന്റെ സാമർഥ്യം കണ്ട്, അബ്രഹാമിന്റെ ധൈര്യം കണ്ട് സോദോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റ് ചെല്ലുകയാണ്. സോദോം രാജാവിന്റെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ട്. യുദ്ധം ജയിക്കുന്നതായ ദൈവ പൈതലിനെ എതിരേറ്റു വരുന്നവര് വിവേചിക്കുവാൻ, ആത്മാവിൽ വിവേചിക്കുവാൻ തയ്യാറുള്ളവരായിരിക്കണം. സോദോം രാജാവ് അബ്രഹാമിനെ എതിരേറ്റു വന്ന് സന്തോഷത്തോടെ എതിരേറ്റു വന്നത് അബ്രഹാം പ്രതീക്ഷിച്ചതല്ല. അപ്രതീക്ഷിതമായി ഒരു രാജാവ് എതിരേറ്റു വരികയാണ്. വലിയൊരു ലക്ഷ്യത്തോടു കൂടിയാണ് സോദോം രാജാവ് എതിരേറ്റു വരുന്നത്. എന്താണ് സോദോം രാജാവിന്റെ ഉള്ളിലുള്ളതായ ലക്ഷ്യം? അവൻ പറയുകയാണ് അബ്രഹാമിനോട്, നീ യുദ്ധത്തിൽ ജയിക്കുവാൻ നിനക്ക് കാരണക്കാരായി തീർന്നത് നിന്റെ പക്കലുള്ള 312 അഭ്യാസികളല്ലേ? നീ ഒരു കാര്യം ചെയ്യ, അഭ്യാസികളെ എനിക്ക് താ, എന്റെ സകല സമ്പത്തും ഞാൻ നിനക്ക് തരാം. നീ എനിക്ക് നിന്റെ ആളുകളെ താ, നിനക്ക് പകരം എന്റെ സമ്പത്തും നിനക്ക് തരാം. ഇന്നും ദൈവ ഭക്തന്മാരെ യുദ്ധത്തിനായി ഇറങ്ങി പുറപ്പെടുന്നതായ ദൈവപുരുഷന്മാരെ വഞ്ചിക്കുന്ന,
ഒരു വലിയ വഞ്ചന ശക്തി നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. സോദോം രാജാവിന് അറിയാം അബ്രഹാമിന്റെ ജയത്തിന്റെ രഹസ്യം എന്താണ്. അബ്രഹാമിന്റെ ജയത്തിന്റെ രഹസ്യം സമ്പത്തല്ല. അബ്രഹാമിന്റെ ജയത്തിന്റെ രഹസ്യം ആ അഭ്യാസം തികഞ്ഞവരായ 318 അഭ്യാസികളാണ്. ജയത്തിന്റെ രഹസ്യം മനസ്സിലാക്കുന്നതായ ശത്രു, ജയത്തിന്റെ രഹസ്യം മനസ്സിലാക്കുന്നതായ സോദോം രാജാവ്, ആ ജയത്തിന് കാരണമായി തീർന്നത് എന്താണോ അതാണ് അവൻ അപഹരിക്കുവാൻ നോക്കുന്നത്. സൂത്രത്തിൽ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് അവന്റെ ആത്മീയ യുദ്ധത്തിൽ അവനെ ജയിക്കുവാൻ ദൈവം കൊടുത്തിരിക്കുന്നതായ ചില പ്രത്യേകമായ കാര്യങ്ങളുണ്ട്. ഒന്ന്, അഭ്യാസം തികഞ്ഞതായ വ്യക്തികൾ, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ പ്രമാണത്തിനനുസരിച്ച് നിൽക്കുന്നതായ അനുഭവം. രണ്ട്, ദൈവ പൈതലിന് കൊടുത്തിരിക്കുന്നതായ ആത്മീയ ആയുധങ്ങളിൽ ദൈവത്തിന് ഇടപെടുവാൻ അവനെ സഹായിപ്പാൻ കഴിയുന്നത് അവന്റെ വേർപാടും വിശുദ്ധിയുമാണ്, അവന്റെ പ്രാർത്ഥനാ ജീവിതമാണ്, അവന്റെ ആത്മീയ ആരാധനയാണ്. ഇത് മനസ്സിലാക്കുന്നതായ ശത്രു കണ്ണുകൾ കുരുടാക്കി വചനത്തിൽ നിന്ന് അകറ്റി ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും അനുഭവത്തിൽ നിന്ന് അവനെ വളരെ ബിസിയുള്ളവനാക്കി മാറ്റി അവന്റെ ആയുധത്തിന്റെ മൂർച്ച കുറപ്പിച്ച് വേർപാടും വിശുദ്ധിയും അവനിൽ നിന്ന് അകറ്റി അവനെ ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് മാറ്റിയിട്ട് പകരം ലോകത്തിന്റെ സമ്പത്ത് കൊണ്ട് അവനെ നിറയ്ക്കുവാൻ ശ്രമിക്കുന്നതായ ലോകത്തിന്റെ ആ ചതിയിൽ ഒരിക്കലും ദൈവ പൈതൽ അകപ്പെട്ടു പോകരുത്. സോദോം രാജാവ് അബ്രഹാമിനെ വശീകരിക്കുന്നതായ ആ വശീകരണ മന്ത്രം ശ്രദ്ധിക്കണം. നിന്റെ അഭ്യാസികളായിരിക്കുന്നതായ ദാസന്മാരെ എനിക്കുക, അതിന് പകരം ഞാൻ നിനക്ക് എന്റെ സമ്പത്ത് തരാം. ലോകത്തിന്റെ സമ്പത്ത് കാണിച്ച് ആത്മീക നന്മകളിൽ നിന്ന് ദൈവജനത്തെ അകറ്റി ആത്മീക യുദ്ധത്തിൽ പരാജിതരാക്കുവാൻ ശ്രമിക്കുന്നതായ ലോകത്തിന്റെ ധനത്തിൽ കണ്ണുമഞ്ഞളിച്ചു പോകുന്നതായ ദൈവഭക്തന്മാർ ദൈവസഭകളിൽ ഉണ്ടാകരുത്, ശുശ്രൂഷകന്മാരിൽ ഉണ്ടാകരുത്. ലോകത്തിന്റെ നന്മയിലേക്കും സ്ഥാനമാനങ്ങളിലേക്കും കണ്ണുകൾ പതിപ്പിച്ച് അതിനൊരു ആകർഷണീയത വരുത്തി അതിനകത്തേക്ക് വലിച്ചിഴച്ചുകൊണ്ട് ആത്മീയമായ വീറും ബലവും ശക്തിയും ചോർത്തിക്കളഞ്ഞ് ദൈവജനത്തെ ദൈവകൃപയിൽ നിന്ന് അന്യപ്പെടുത്തി പരാജിതരാക്കുവാൻ ശ്രമിക്കുന്ന സോദോമ്യ വ്യാപാരങ്ങളെ ദൈവജനം കാണാതിരിക്കരുത്. ദൈവജനം അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അബ്രഹാം ചെയ്തത് എന്താണെന്നറിയാമോ? അബ്രഹാം പറഞ്ഞു, ശത്രുവിന്റെ മേൽ ജയം വരിച്ചത് 318 അഭ്യാസികളെ കൊണ്ടാണ്. പക്ഷേ സോദോം രാജാവേ, എനിക്ക് നിന്റെ സമ്പത്ത് ആവശ്യമില്ല. 14-ാം അധ്യായത്തിന്റെ 22 മുതലുള്ളതായ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. അതിന് അബ്രാം പറഞ്ഞത് സോദോം രാജാവിനോട്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്ന് നീ പറയാതിരിപ്പാൻ ഞാൻ ഒരു ചരടാകട്ടെ ചെരുപ്പ് വാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നും ഞാൻ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നത ദൈവമായ യഹോവയിങ്കലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. അബ്രഹാമിന് സോദോം രാജാവിന്റെ സമ്പത്തിലേക്ക് ഒരു താല്പര്യവുമില്ല. അവന്റെ ദൃഷ്ടികൾ അതിലേക്ക് എത്തിപ്പോലും നോക്കിയില്ല. നാം ആയിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇന്നത്തെ അബ്രഹാമുമാരായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു? തനിക്ക് സമ്പത്തുണ്ടെങ്കിലും ആ സമ്പത്തിനോട് സമ്പത്ത് കൂട്ടുവാൻ, വയലോട് വയല് കൂട്ടുവാൻ, വീടിനോട് വീട് കൂട്ടുവാൻ, സമ്പത്തിനോട് സമ്പത്ത് കൂട്ടുവാൻ, ബാങ്ക് ബാലൻസിനോട് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കുവാൻ എന്തെല്ലാം പയറ്റാമോ അതെല്ലാം പയറ്റി ലോകത്തിന്റെ നന്മയുടെ ആ കൂമ്പാരത്തിന്റെ മേൽ, ആ ചവറുകൂനയുടെ കൂമ്പാരത്തിന്മേൽ കയറിയിരുന്ന് അഹങ്കാരം പറയുന്നതായ വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവജനത്തിന്റെ ഇടയിൽ അത് പാടില്ല. സമ്പത്തല്ല ദൈവജനത്തെ നിയന്ത്രിക്കേണ്ടത്, സമ്പത്തല്ല ദൈവജനത്തിന്റെ ഭാവി നിർണയിക്കുന്നത്, സമ്പത്തല്ല ദൈവജനത്തിന്റെ ജയത്തിന്റെ അടിസ്ഥാനം. ദൈവജനത്തിന്റെ ജയത്തിന്റെ അടിസ്ഥാനം ദൈവവുമായിട്ടുള്ളതായ ബന്ധമാണ്.
ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. ലോകത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തിന്റെ ശത്രുവായി മാറുകയാണ്. ലോകത്തെയും ലോകത്തിന്റെ ധനത്തെയും സ്നേഹിപ്പാൻ ഒരുവൻ നിർബന്ധിതനാകുമ്പോൾ ദൈവമുഖത്തേക്ക് നോക്കി ദൈവ സാന്നിധ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുവാൻ ഇടയായിട്ട് തീരണം. എതിരേൽക്കുവാൻ വരുന്ന, അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു വരുന്ന, ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാമെന്ന് പറഞ്ഞു വരുന്ന ലോകത്തിന്റെ യാതൊരു ഇടപാടുകളിലേക്കും ദൈവജനം തിരിഞ്ഞു പോകരുത്. അതിനെ വിവേചിച്ച് നിർത്തേണ്ടിടത്ത് നിർത്തുവാൻ, അകറ്റേണ്ടതിനെ അകറ്റിക്കളയുവാൻ, വിട പറയേണ്ടതിനോട് വിട പറയുവാൻ ദൈവജനം തയ്യാറായാൽ മാത്രമേ പുറകിൽ ഒരു മെൽക്കിസദേക്കിന്റെ അനുഗ്രഹം പ്രാപിപ്പാനായി കഴിയുകയുള്ളൂ. ആത്മീക പോരാളികളുടെ ബലത്തിന്റെ രഹസ്യം അറിയാതിരിക്കരുത് എന്നുള്ളതാണ് ഇവിടെ നാം കാണുന്നതായ ആത്മീക പാഠം. ആത്മീക അപഹരിച്ചു കൊണ്ടുപോയി ആത്മീക ബലത്തിന്റെ രഹസ്യം ചോർത്തിയെടുത്ത് ഒന്നുമില്ലാതെയാക്കി മാറ്റുവാൻ കടന്നു വരുന്നതായ ലോകത്തിന്റെ അഥവാ സോതോമ്യ ശക്തികളെ വിവേചിച്ച് മനസ്സിലാക്കി നിൽക്കണം. വിളിയും തിരഞ്ഞെടുപ്പും കാഴ്ചപ്പാടും പ്രാപിച്ചതായ ദൈവജനം അബ്രഹാമിനെ പാഠമാക്കുവാൻ ഇത്തരുണത്തിൽ അബ്രഹാം നമുക്ക് ഒരു മാതൃകയായി നിൽക്കുകയാണ്. ഈ ലോകത്തിന്റെ ധനമോഹം, അപ്പോ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ധനമോഹം ദൈവത്തിന്റെ കൃപ ചോർത്തിക്കളയുവാനിടയായിട്ട് തീരും. ഈ ലോകത്തിന്റെ ധനമോഹം ഇല്ലാത്തതായ ഒരുവന് മാത്രമേ സഹോദരനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം. സോദോമ്യ വാഗ്ദാനങ്ങളെ നിർദാക്ഷിണ്യം തിരിച്ചു കളയുന്നതായ അബ്രഹാമിന്റെ സൂക്തം, അബ്രഹാമിന്റെ തത്വം ഒരു ദൈവ പൈതൽ അതവൻ മനഃപ്പാഠമാക്കണം, ജീവിതത്തിൽ അത് അനുഭവമാക്കണം. തയ്യാറാണോ? സോദോമ്യ വാഗ്ദാനങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ തിരിച്ചു കളയുവാൻ ദൈവജനം ഒരുങ്ങട്ടെ. സഹോദര വിടുതലിന് കർത്താവായ ദൈവം നമ്മെ പ്രാപ്തരാക്കി മാറ്റുമെന്നറിയാതിരിക്കരുത്. രണ്ടാമത് അബ്രഹാമിനെ എതിരേറ്റു വരുന്നത് നോക്കൂ, നേരെ ഓപ്പോസിറ്റ് ആയിരിക്കുന്നതായ മറ്റൊരുവനാണ്. സ്നേഹത്തിന്റെ മാത്രം മൂർത്തിഭാവമായി സഹോദരനെ വിടുവിപ്പാനായി കടന്നുപോയി ജീവൻ പണയം വെച്ച് സഹോദരനെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുവരുന്നതായ അബ്രഹാമിനെ എതിരേറ്റുകൊണ്ട് ആ അബ്രഹാമിന് അർഹിക്കുന്നതായ പ്രതിഫലം കൊടുക്കുവാൻ മെൽക്കിസദേക്ക് എന്നതായ രാജാവ്, ശാലേം രാജാവ് അബ്രഹാമിനെ എതിരേറ്റു വരികയാണ്. ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ്. 14-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് മെൽക്കിസദേക്ക്, ശാലേം രാജാവായ മെൽക്കിസദേക്ക് അബ്രഹാമിനെ എതിരേറ്റു വരികയാണ്. ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം സഹോദരന്റെ വിജയം ആഘോഷിച്ച് സഹോദരനെ വിടുവിച്ച് മടങ്ങി വരുമ്പോൾ അവൻ അർഹിക്കുന്നതായ ഒരു പ്രതിഫലം മെൽക്കിസദേക്ക് അവൻ നൽകുകയാണ്. പാപത്തോട് പോരാടുവാൻ പ്രാണത്യാഗത്തോളം സഹിച്ചു നിൽക്കുന്നതായ ദൈവ പൈതലിന് എപ്പോഴും ഒരു പ്രതിഫലമുണ്ട് എന്ന് മറന്നു പോകരുത്. സഹോദരന്റെ വിടുതലിനു വേണ്ടി ദൈവസന്നിധാനത്തിൽ ഇടുവിൽ നിൽക്കുന്ന, സഹോദരന്റെ വിടുതലിനു വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുവാൻ പോകുന്ന, സഹോദരന്റെ വിടുതലിനു വേണ്ടി എന്തും സഹിക്കുവാൻ തയ്യാറാകുന്ന ഒരു ദൈവ പൈതലിന് പ്രതിഫലം ലഭിക്കാതെ പോകുകയില്ല എന്ന് അബ്രഹാം നമ്മെ കാണിക്കുകയാണ്. സോദോം രാജാവിന്റെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിയിരുന്നെങ്കിൽ അബ്രഹാമിന്റെ ആ പ്രൗഢി നഷ്ടപ്പെട്ടു പോയാനുമായിരുന്നു. ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സേവിക്കുന്നതായ ദൈവജനത്തിനുള്ളതായ നന്മ ലോകത്തിൽ നിന്നല്ല ലഭിക്കുന്നത്. അത് ലഭിക്കുന്നത് ഉന്നതത്തിൽ നിന്നാണ്. ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് അത്യുന്നതനായവന്റെ പ്രവൃത്തി ചെയ്യുന്നതെങ്കിൽ അത്
ശുശ്രൂഷ ഏൽപ്പിച്ച അല്ലെങ്കിൽ നിന്നെ ആ പ്രവർത്തിക്ക് നിയോഗിച്ചതായ ആ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഒരു ലജ്ജാ വിഷയമായി മാറ്റപ്പെടുവാൻ ഇടയായിട്ട് തീരുമെന്നുള്ളതായ കാര്യം നാം മറന്നു പോകരുത്. സാത്താനുമായിട്ടുള്ളതായ യുദ്ധത്തിൽ വിജയം പ്രാപിക്കുന്നതായ ഓരോ ആത്മീയ പോരാളിയെയും കാത്തിരിക്കുന്നതായ മാന്യതയും അനുഗ്രഹവുമുണ്ട്. അബ്രഹാമിനെ എതിരേറ്റു വന്നതായ ശാലേം രാജാവായ മെൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിക്കുകയാണ്. അബ്രഹാം അവനുള്ളതായ സകലത്തിൽ നിന്നും ദശാംശം മെൽക്കിസദേക്കിന് കൊടുക്കുന്നതായി കാണുവാനായിട്ട് കഴിയും. അബ്രഹാമിനെ അനുഗ്രഹിപ്പാൻ മനസ്സായ മെൽക്കിസദേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് ദൃഷ്ടാന്തമായി നിൽക്കുന്നു എന്ന് എബ്രായ ലേഖനം വായിക്കുന്നതായ ഏതൊരാൾക്കും മനസ്സിലാകും. ഞാൻ ആത്മീയ ദൃഷ്ടിയിലേക്ക് കടന്നു വരട്ടെ. ഒരു ദൈവ പൈതൽ നിശ്ചയമായും ദൈവസന്നിധാനത്തിൽ സഹോദരന്മാർക്ക് വേണ്ടി ഇടിവ് നിൽക്കേണ്ടവനാണ്. തങ്ങളുടെ ജീവിതം സൂക്ഷിച്ചുകൊണ്ട് വ്യവസ്ഥ പ്രകാരം ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടു പോകുന്നതായ ഓരോ ദൈവ പൈതലിനും ദൈവത്തിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കുമെന്നുള്ളതായ കാര്യം മറന്നു പോകരുത്. അപ്പൊ ഉൽപ്പത്തി പുസ്തകത്തിൽ നാം ചിന്തിച്ചതായ ആ വേദഭാഗങ്ങളിൽ നിന്ന്, ആ യുദ്ധത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയതായ ആത്മീയ പാഠങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞ് എന്റെ ഇന്നത്തെ ചിന്ത അവസാനിപ്പിക്കാം. അടുത്ത ദിവസം നമുക്ക് തിരുവചനത്തിലെ രണ്ടാമത്തെ യുദ്ധവും അതിന്റെ കാരണങ്ങളും അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടതായ പുതിയ നിയമ പാഠങ്ങളും പഠിക്കുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ഒന്നാമത് ഈ യുദ്ധത്തിൽ നമ്മൾ മനസ്സിലാക്കിയത് തെക്കേ ദേശത്തിന്റെ അനുഭവങ്ങളിൽ നാം വന്ന് ചേരരുതെന്നാണ്. തെക്കേ ദേശത്തിന്റെ അനേക ദോഷഫലങ്ങൾ നാം ചിന്തിപ്പാനായിട്ടിടയായി. അതുകൊണ്ട് തെക്കേ ദേശത്തിന്റെ ആ നാശങ്ങളിലേക്ക് അല്ലെങ്കിൽ തിക്തമായ അനുഭവങ്ങളിലേക്ക് ഒരു ദൈവ പൈതൽ പോകരുത് എന്നാണ് ഒന്നാമത് നമ്മൾ ചിന്തിച്ചത്. രണ്ടാമത് നമ്മൾ ചിന്തിച്ചത് ഒന്നിച്ച് വേല ചെയ്യേണ്ടതായ ദൈവഭക്തന്മാരെ, സാത്താന്യ ശക്തിയോട് പൊരുതി നിൽക്കേണ്ടതായ ദൈവജനത്തെ തമ്മിൽ ഭിന്നിപ്പിച്ച് അകറ്റി നിർത്തുന്നതിന് ഈ ലോകത്തിലെ ധനാശ്രയം ഒരു വലിയ പങ്ക് വഹിക്കുന്നു എന്ന് നാം അറിയണം. ആ ലോക ധനത്തിലേക്ക് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ നിശ്ചയമായും സഹോദരന്മാർ തമ്മിൽ ഒരു ഭിന്നിപ്പുണ്ടാകും. ഒന്നിച്ച് വേല ചെയ്യേണ്ടവർ അകന്നു മാറുവാൻ ഇടയായിട്ട് തീരും. ലോകത്തിനും ലോകത്തിന്റെ ധനത്തിനും ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ ഐക്യത നഷ്ടപ്പെടുമെന്നാണ് രണ്ടാമത് നാം പഠിച്ചതായ പാഠം. മൂന്നാമത് നാം പഠിച്ചത് അവരവർക്കുള്ളതായ ആത്മീയ ഭൗതിക നന്മകളിൽ തൃപ്തി പ്രാപിച്ച് തൃപ്തിയുള്ളവരായി മുന്നോട്ട് പോകണം. അത്യാഗ്രഹങ്ങൾ ഒഴിവാക്കണം. ഐക്യതയ്ക്ക് തടസ്സമായി വരുന്നതായ സകലത്തെയും മാറ്റി നിർത്തണമെന്നാണ് മൂന്നാമത് നാം പഠിച്ചത്. നാലാമത് നാം ചിന്തിച്ചത് അബ്രഹാമിന്റെ സമാധാനപരമായ നിലപാട് ലോത്ത് അംഗീകരിക്കാതിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ലോത്ത് അതിനെ പിൻപറ്റാതിരുന്നത് കൊണ്ട് ലോത്തിന് എന്നേക്കുമായി അബ്രഹാമിൽ നിന്ന് വേർപിരിയേണ്ടതായി വന്നു. ഇടയന്മാർ തമ്മിലുള്ളതായ വഴക്ക്, ആ വഴക്കിനെ പറഞ്ഞു തീർക്കേണ്ടതിന് പകരം അവർക്ക് സപ്പോർട്ട് കൊടുത്ത് അവരെ അബ്രഹാമിൽ നിന്ന് അകറ്റുവാനായി ശ്രമിക്കുന്നതായ ഉപജാപക വൃന്ദം അതിനെ ശ്രദ്ധിക്കണം. ആത്മീയ കൂട്ടായ്മയിൽ ദൈവസഭകളിൽ ഇത് പരോക്ഷമായെങ്കിലും നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇടയന്മാർക്ക് തമ്മിൽ താഴേക്കിടയിലുള്ളതായ അണികൾക്കിടയ്ക്ക് ഭിന്നത ഉളവാക്കി അവർക്ക് ഭൗതികമായ നന്മകൾ വാഗ്ദാനം ചെയ്ത് ആത്മീക കൂട്ടായ്മയിൽ നിന്ന് അകറ്റി നിർത്തുവാനായി, അല്ലെങ്കിൽ ആത്മീകമായ ഐക്യതയിൽ നിന്ന് അകറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നതായ ലോത്തിന്റെ ആ ഇടപെടലുകൾ ദൈവസഭയിൽ ഉണ്ടാകുവാൻ പാടില്ല എന്നാണ് നമ്മെ ഈ യുദ്ധം പഠിപ്പിക്കുന്നതായ നാലാമത്തെ പാഠം. അഞ്ചാമത്തെ പാഠം ഭൗതിക നന്മ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന, കൈകാര്യം ചെയ്യാൻ തന്നിരിക്കുന്നതായ
വിഷയമാണെന്ന് മാത്രം ഓർക്കണം. നമ്മുടെ സ്വന്തമല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നതായ നന്മകൾ ദൈവത്തിന് വേണ്ടി വേഗം ചെയ്യുവാൻ നാം തയ്യാറാകണം. അത് സ്വന്തമെന്ന് കരുതി, നമ്മുടേതെന്ന് കരുതി അതിന്മേൽ നാം പൊരുന്നയിരിക്കരുത്. അങ്ങനെ ചെയ്താൽ നിശ്ചയമായും അത് നാശത്തിലേക്ക് ചെന്ന് ചേരുവാനായിട്ട് ഇടയായിട്ട് തീരും. നാം ഭൗതിക നന്മകളുടെ കസ്റ്റോഡിയൻസ് മാത്രമാണ്. ആറാമത് നാം ചിന്തിച്ചത്, വ്യക്തികളുടെ ഉള്ളത്തിൽ ഒരുക്കപ്പെടുന്നതായ വിപത്തുണ്ട്. അതാണ് പിണക്കം. ഇടയന്മാർ തമ്മിലുള്ളതായ പിണക്കം നമ്മൾ കണ്ടു. അബ്രഹാമിന്റെ ലോത്തിന്റെയും ഇടയന്മാർ തമ്മിലുള്ളതായ പിണക്കം അത് ഹൃദയത്തിൽ ഉരുത്തിരിഞ്ഞതാണ്. ഹൃദയത്തിൽ ഉരുത്തിരിയുന്നതായ പിണക്കം ബാഹ്യമായി ഭിന്നതയ്ക്ക് കാരണമാകും, അകൽച്ചയ്ക്ക് കാരണമാകും. അത് സഹോദര നാശത്തിന് ഇടയായിട്ട് തീരുമെന്നുള്ളതായ കാര്യം മറന്നു പോകരുത്. അതാണ് നാം ആറാമത് ചിന്തിച്ചത്. ഏഴാമത് മത്സര വിഷയങ്ങൾ, രാജാക്കന്മാർ തമ്മിലുള്ളതായ വിഷയങ്ങൾ വന്നപ്പോൾ അവിടെ യുദ്ധത്തിന് സംജാതമായ കാരണം പരസ്യമായി മത്സരമാണ്. മത്സരം എവിടെ ഉണ്ടാകുന്നുവോ അവിടെ ഒരു യുദ്ധം പ്രതീക്ഷിക്കാം. ആ യുദ്ധത്തിൽ പല നിരപരാധികളും അകപ്പെട്ടു പോകുമെന്നുള്ള കാര്യം മറന്നു പോകരുത്. അതുകൊണ്ട് ദൈവജനത്തിന്റെ മധ്യത്തിൽ ഇടയുള്ള ചെറുതും വലുതുമായ സകല മത്സരങ്ങളെയും മാറ്റി നിർത്തണമെന്നുള്ളതാണ് ഏഴാമത് നാം പഠിച്ചതായ ആത്മീക പാഠം. എട്ടാമത്, ഒന്നിച്ചു നിൽക്കേണ്ടതായ ദൈവത്തിന്റെ ജനം ഭിന്നത കൊണ്ട് വേർപെട്ടാൽ ലോകത്തിന്റെ മത്സര ശക്തികൾ കടന്നു വന്ന് നന്മകൾ അപഹരിക്കുമെന്നാണ് ലോത്തിന്റെ അനുഭവത്തിൽ നിന്ന് നാം പഠിക്കുവാനായിട്ടിടയായിട്ട് തീർന്നത്. അബ്രഹാമിനോട് ചേർന്ന് നിൽക്കേണ്ടതായ ലോത്ത് അബ്രഹാമിൽ നിന്ന് അകന്നു പോയപ്പോൾ ലോത്തിന്റെ സമ്പത്ത് അപഹരിക്കപ്പെട്ടു പോയി. അങ്ങനെ ഐക്യതയോടെ നിൽക്കേണ്ടതായ ദൈവജനം ഐക്യത നഷ്ടപ്പെടുത്തി ഭിന്നിക്കാൻ ഇടവന്നു കഴിഞ്ഞാൽ നന്മകൾ ശത്രുവായവൻ അപഹരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു മാത്രമേ നാം കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവൂ. ഒൻപതാമത്തെ വിഷയം നമ്മൾ ചിന്തിച്ചത്, ദൈവജനം ഭിന്നത കൊണ്ട് വേർപെട്ടാൽ നിശ്ചയമായും ഈ ലോകം അല്ലെങ്കിൽ ലോകത്തിനെ പിടിച്ചുകൊണ്ടുപോയതായ രാജകീയ ശക്തികൾ ലോത്തിന്റെ സമ്പത്ത് അപഹരിച്ച് അവനെ ഹോമ വരെ കൊണ്ടുപോയതുപോലെ മരണനിഴലിന്റെ താഴ്വര വരെ ചെല്ലുവാൻ ഇടയായിട്ട് തീരും. ഭീതിക്ക് അവൻ അടിമയായി തീരുവാൻ ഇടയായിട്ട് തീരും. അതിന് ഇടവരരുത്, ലോകത്തിന്റെ പിന്നാലെ പോകരുത് എന്ന് വീണ്ടും നമ്മളെ ഓർപ്പിക്കുകയാണ്. അബ്രഹാം യുദ്ധത്തിന് കടന്നുപോയി ലോത്തിനെ വിടുവിച്ചു കൊണ്ടുവരികയാണ്. അവിടെ രാജാക്കന്മാരുമായിട്ടുള്ളതായ എൻകൗണ്ടർ ഒന്നും അബ്രഹാമിന് വിഷയമല്ലാതിരുന്നത് പോലെ നാം പഠിച്ചതായ 10ാമത്തെ പാഠം എന്ന് പറയുന്നത് പിശാചിന്റെയോ അവന്റെ സാമ്രാജ്യത്തിന്റെയോ നാശമല്ല നമ്മുടെ ലക്ഷ്യം അവന്റെ കയ്യിൽ അകപ്പെട്ടു പോയതായ നമ്മുടെ കൂട്ടു സഹോദരങ്ങളാണ്. നമ്മുടെ സഹോദരങ്ങൾ പിശാചിന്റെ പീഡയുടെ മുമ്പിൽ തകർന്നു പോകുമ്പോൾ അവരുടെ വിടുതലായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതിൽ നിന്ന് ഒരിക്കലും ലക്ഷ്യം മാറിപ്പോകരുത് എന്നാണ് നാം പഠിച്ചതായ 10ാമത്തെ ആത്മീക പാഠം. 11ാമത്തെ ആത്മീക പാഠം, യുദ്ധത്തിനായി പുറപ്പെടുന്നവർ അഭ്യാസം തികഞ്ഞവരായിരിക്കണം. 12ാമത്, ദൈവ വിളികേട്ട് ഉറപ്പ് പ്രാപിച്ചതായ അബ്രാമുമായിട്ടുള്ളതായ കൂട്ടായ്മ വിട്ടതിന്റെ ഫലമായി സോദോം എന്ന പട്ടണത്തിൽ ലോത്ത് അടിഞ്ഞു പോകുവാനായിട്ടിടയായിട്ട് തീർന്നു. എന്നാൽ ആ വേർപാട് മുഖാന്തരം ലോത്തിന് സംഭവിച്ചതായ അനർത്ഥത്തിൽ അബ്രഹാം സ്വയം ന്യായീകരിക്കുകയോ അല്ലെങ്കിൽ ലോത്തിനെ കുറ്റം പറഞ്ഞ് ലോത്തിനെ പിന്തള്ളുകയോ ചെയ്യാതെ ലോത്തിന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന അബ്രഹാമിന്റെ സ്നേഹം ആണ് നമ്മൾ പഠിച്ചതായ 12ാമത്തെ വിഷയം. 13ാമത്തത്, സാത്താന്റെ അധീനതയിലായി പോയതായ നന്മ വീണ്ടെടുക്കുവാൻ അഭ്യാസികളായ അബ്രഹാം പുറപ്പെട്ടതുപോലെ സഹോദര നന്മയ്ക്ക് വേണ്ടി അഭ്യാസം തികഞ്ഞതായ ആത്മീക വീരന്മാർ ഇറങ്ങി പുറപ്പെടണം. ആത്മീക യുദ്ധത്തിന് അഭ്യാസം തികഞ്ഞവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ദൈവവചനം ഓർപ്പിക്കുന്നതാണ് 13ാമത്തെ പാഠം. 14ാമത് ചിന്തിച്ച് ദൈവവചന നന്മയെ അപഹരിച്ച് അതിന്മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതായ സാത്താന്യ ഒളിവ് സങ്കേതങ്ങൾ ഉണ്ടെന്നാണ്.
പാപത്തിന്റെ മറപിടിച്ച് മ്ലേച്ഛതയുടെ തിരശീലയ്ക്ക് പിന്നിൽ ശത്രുവായവൻ ഒളിച്ചു വെക്കുന്നതായ നന്മകൾ പിടിച്ചെടുക്കുവാൻ പാപത്തിന്റെ മറ നീക്കി കുഞ്ഞാടിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായി കർത്താവായ യേശുക്രിസ്തു എന്നതായ പ്രകാശം കയ്യിലേന്തി പാപത്തെ തോൽപ്പിക്കുവാൻ ആ മറ മാറ്റി നന്മകളെ വീണ്ടെടുക്കുവാൻ ദൈവജനം തയ്യാറാകണമെന്നുള്ളതാണ് 14-ാമത്തെ നാം പഠിച്ചതായ 14-ാമത്തെ പാഠം. 15-ാമത് ജയിച്ചു വരുന്നതായ അബ്രഹാമിന് എതിരേറ്റു വന്നതായ സോദോം രാജാവ്, ആത്മീക യുദ്ധത്തിൽ വിജയികളാകുന്നതായ അല്ലെങ്കിൽ പോരാട്ട മുഖത്ത് നിൽക്കുന്നതായ ദൈവജനത്തിന്റെ രഹസ്യം കണ്ടെത്തി ആ രഹസ്യം ചോർത്തിയെടുത്ത് ആത്മീയ വീര്യത്തെ നഷ്ടപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതായ ശത്രുവിന്റെ തന്ത്രങ്ങൾ നാം അറിയാതിരിക്കരുത്. ഉപവാസത്തെയും പ്രാർത്ഥനയെയും തൃണവൽക്കരിച്ചുകൊണ്ട് വിശുദ്ധിയെയും വേർപാടിനെയും പുറകിലെറിഞ്ഞുകൊണ്ട് വചനത്തെയും വചന വ്യവസ്ഥയും മറന്നുകൊണ്ട് മുന്നോട്ട് വെക്കുന്നതായ ഓരോ സ്റ്റെപ്പുകളും പാളിപ്പോകുവാൻ ഇടയുണ്ട്. അതാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ആത്മാവിന്റെ ആയുധങ്ങൾ. ആത്മീക യുദ്ധത്തിൽ അത് നാം പ്രയോഗിക്കണം. അത് ഒരു ശക്തിക്കും വിട്ടുകൊടുക്കരുത്, ഒരു തന്ത്രത്തിനും അത് അടിയറവ് പറയരുത്. അതാണ് 15-ാമത്തെ പാഠം. 16-ാമത് നമ്മൾ ചിന്തിച്ചത് ഈ ലോക ധനമോഹം ഇല്ലാത്തതായ ഒരുവന് മാത്രമേ ആത്മീയ യുദ്ധത്തിൽ ജയിക്കുവാൻ സാധിക്കുകയുള്ളൂ. സഹോദരനെ വിടുവിക്കുവാൻ അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ധനമോഹം വെടിഞ്ഞ്, ലോക സ്നേഹം വെടിഞ്ഞ്, ലോകത്തിന്റെ ധനത്തോടുള്ളതായ ആർത്തി മതിയാക്കി ദൈവസ്നേഹത്തിലും ദൈവകൃപയിലും മുന്നേറുവാൻ ഓരോ ദൈവവേദനും തയ്യാറാകണമെന്നുള്ളതാണ് 16-ാമത്തെ പാഠം. പ്രഥമ യുദ്ധത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയത്. 17-ാമത്തെ പാഠം ഇതാണ്: സാത്താനുമായിട്ടുള്ളതായ യുദ്ധത്തിൽ വിജയം പ്രാപിക്കുന്നതായ ഓരോ ആത്മീയ പോരാളിയെയും കാത്തിരിക്കുന്നതായ മാന്യതയും അനുഗ്രഹവുമുണ്ട്. അത് തക്ക സമയത്ത് മെൽക്കിസദേക്കുന്നതായ പുരോഹിതനും രാജാവുമായവൻ അബ്രഹാമിന് നൽകിയതുപോലെ നമുക്ക് ലഭിക്കാനിരിക്കുന്നതായ ഒരു പ്രതിഫലമുണ്ട്. ആ പ്രതിഫലവുമായി കർത്താവ് ഈ ലോകത്തിലേക്ക് തന്റെ ജനത്തെ ചേർക്കുവാൻ എത്രയും വേഗം വരുവാനിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന് വേണ്ടി ആത്മീയ യുദ്ധത്തിൽ വിജയത്തോടെ മുന്നേറുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരു നിമിഷം കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അങ്ങയുടെ പുണ്യനാമത്തിന് നന്ദിയോടെ സ്തോത്രം. തിരുവചനത്തിൽ നിന്ന് പ്രഥമ യുദ്ധം, അബ്രഹാം രാജാക്കന്മാരോട് യുദ്ധം ചെയ്ത സഹോദരനായ ലോത്തിനെ പിടിവിച്ചു കൊണ്ടുവന്നതായ ആ പ്രഥമ യുദ്ധത്തെ കുറിച്ച് ചിന്തിപ്പാനിടയായി. അത് ഞങ്ങളുടെ മുമ്പിൽ ഒരു ആത്മീയ യുദ്ധമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്നിരിക്കുമ്പോൾ ആ ആത്മീയ യുദ്ധത്തെ മുന്നിൽ കണ്ട് കർത്താവേ, ഈ കാലഘട്ടങ്ങളിൽ ദൈവജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, നഷ്ടപ്പെട്ടു പോകുന്നതായ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുവാൻ, ശത്രുവിന്റെ ഒളിത്താവളം വരെ കടന്നു എന്ന് കർത്താവ് തന്നിരിക്കുന്നതായ പ്രകാശവുമായി കടന്നു എന്ന് ദൈവജനത്തെ നൽകിയിരിക്കുന്നതായ നന്മയെ അപഹരിച്ചു കൊണ്ടുപോയ ശത്രുവിനെ യുദ്ധം ചെയ്ത് ജയിപ്പാൻ അങ്ങയുടെ ജനത്തിന് ശക്തി നൽകുമാറാകണം. കേൾപ്പിക്കപ്പെട്ടതായ ദൈവവചനത്തിനായി സ്തോത്രം. കേട്ടതായ എല്ലാ പ്രിയപ്പെട്ടവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കൃപ കൂടെ ഇരിക്കുമാറാകട്ടെ, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. വചനം ശ്രവിച്ചതായ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.